നമുക്ക് എങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് നമ്മളെ ന്യൂ ഓർഡർ പേജ് ഓപ്പൺ ആണ്. ഇത് നമുക്ക് മാക്സിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ ഫോർ ബെറ്റർ വ്യൂബിലിറ്റി. അത് കഴിഞ്ഞ് ഇവിടെ സെർച്ച് പ്രോഡക്റ്റ്സ്, നമുക്ക് പ്രോഡക്റ്റ്സ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും. ഓൺ ദ ഗോ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനുണ്ട്. നെയിം, ഏത് കാറ്റഗറിയാണ്, പീസസ്, അതിൻ്റെ പ്രൈസ്, ഇതൊക്കെ ഓൺ ദ ഗോ വേണമെങ്കിൽ നമുക്ക് അപ്പം എഡിറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ വ്യൂ ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ഷൻസ്, ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മളെ കാർട്ടിൽ നിന്ന് ഈ ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റിനെ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്യൂ മെനു ബട്ടൺസ് കാണും, ലൈക്ക് ഷോ കീബോർഡ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെർച്വൽ കീബോർഡ് ഇവിടെ കാണിക്കും. ഇത് നമുക്ക് ഓഫാക്കാം. പിന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് സ്മോൾ, മീഡിയം, ലാർജ് ഒക്കെ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളെ ഡാറ്റാസൊക്കെ സിങ്ക് ചെയ്യാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മതി. പിന്നെ ഇവിടെ നമ്മളെ ടൈം കാണിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഫ്യൂ ബട്ടൺസ് കാണാം, ലൈക്ക് ക്ലിയർ കാർഡ്, സേവ് ഓർഡർ, പ്രിൻറ്റ്, കൺഫേം ആൻഡ് പ്രിൻറ്റ്, കൺഫേം ഓർഡർ. ഇവിടെ ക്ലിയർ കാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാർഡ് ഫുൾ ക്ലിയർ ആവും, എല്ലാ ഐറ്റംസും ഡിസ്മിസ് ആവും. അത് കഴിഞ്ഞ് സേവ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ സേവ് ആവും. ലൈക്ക് നമുക്ക് കസ്റ്റമറിനെ ചൂസ് ചെയ്യണം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമറും ഉണ്ടാവും. അതർവൈസ് നമുക്ക് ഒരു ന്യൂ കസ്റ്റമറിനെ ആഡും ചെയ്യാം. ഇവിടെ ആഡ് ന്യൂ കസ്റ്റമർ എന്നുള്ള ബട്ടണിൽ ഞാൻ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കസ്റ്റമറിനെ ചൂസ് ചെയ്യാണ്. ഇനി അത് കഴിഞ്ഞ് ഡെലിവറി മെത്തേഡ്സ്, നമുക്ക് ക്യാഷ് വേണോ, കാർഡ്, UPI, ക്യാഷ് ഓൺ ഡെലിവറി, ക്രെഡിറ്റ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ഓപ്ഷൻസ് ആണ് ഫോർ ഡെലിവറി. ഇത് നമുക്ക് 2 ഡെലിവറി മെത്തേഡ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ ടു കസ്റ്റമർ ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഇവിടെ കസ്റ്റമർ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കിട്ടും. ടോട്ടൽ പേയബിൾ എമൗണ്ട്, ടോട്ടൽ പർച്ചേസ് എമൗണ്ട്. ഈ കസ്റ്റമറിന് എന്തെങ്കിലും പ്രീവിയസ് ആയിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് ഡെലിവറി ചാർജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് നമുക്ക് ലോജിസ്റ്റിക്സ് മൊഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ അത് ഡെലിവറി ചാർജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഡിസ്കൗണ്ട് ഓപ്ഷൻ, നമുക്കിവിടെ ഫ്ലാറ്റ് എത്രയെങ്കിലും എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക, അതർവൈസ് ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആൻഡ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് 2 ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ കൂപ്പൺസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി കൂപ്പൺസ് ആഡ് ചെയ്ത് വെക്കുക, അതിൽ നിന്ന് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫ്ലാറ്റ് ഞാനൊരു അപ്ലൈ ഡിസ്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ആഡായി. ഇവിടെ നമ്മൾ കസ്റ്റമറിന് ചൂസ് ചെയ്ത് ഡെലിവറി മെത്തേഡ് ചൂസ് ചെയ്ത് ഡിസ്കൗണ്ടും ആഡ് ചെയ്ത്. ഇനി പേയ്മെൻറ്റ് നമുക്ക് ഞാൻ ക്യാഷ് ക്ലിക്ക് ചെയ്യാണ്. എത്ര എമൗണ്ടാണ് പേ ചെയ്യണമെന്ന് അതിവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ സേവ് ഓർഡർ ആൻഡ് സേവ് ആൻഡ് പ്രിൻ്റ് ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഈ ഓർഡർ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓൺ ദ ഗോ നമുക്ക് പ്രിൻറ്റും എടുക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ സേവ് ഓർഡർ ക്ലിക്ക് ചെയ്യാണ്. കാർഡ് ക്ലിയർഡ് സക്സസ്ഫുള്ളി, ഓർഡർ ക്രിയേറ്റഡ് എന്ന് കാണിക്കും. ഇനി അതെല്ലാം നമുക്ക് ഞാനിപ്പം ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ ഇത് നമുക്ക് ഹോൾഡിൽ വെച്ചിട്ട് ഒരു ഓർഡറും കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓർഡേഴ്സിൽ പോയാൽ ക്രിയേറ്റ് ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഡ്രാഫ്റ്റായി സേവ് ആവും. എന്നിട്ട് നമുക്ക് വേറൊരു ഓർഡറിന് ചൂസ് ചെയ്യാം. ഇനി ഇത് ഹോൾഡിൽ വെച്ച് ഇത് പ്രീവിയസ് ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാതെ നമുക്ക് പ്രോഡക്ട്സിൻ്റെ ഇമേജ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാറ്റഗറീസ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടി ഫ്യൂ കാറ്റഗറീസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം, ഏതൊക്കെ കാറ്റഗറി ഐറ്റംസ് ആണ് അവൈലബിൾ എന്ന്. അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇവിടെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ വിത്ത് ഇമേജസ് നമുക്കിവിടെ കാണിക്കും.
ഇവിടെ കാറ്റഗറി സെർച്ച് ചെയ്യാം, ഇവിടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ്ലി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മളെ ടോട്ടൽ നെറ്റ് എമൗണ്ട് ഇവിടെ കാണിക്കും, ടോട്ടൽ പേയബിൾ എമൗണ്ട് വിത്ത് ടാക്സ് ഇവിടെ കാണിക്കും. സോ അങ്ങനെയാണ് നമ്മളൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്യൂ ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ക്ലിയർ കാർട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ കാർട്ടിൽ നിന്നുള്ള എല്ലാ ഓപ്ഷൻസും ക്ലിയർ ഔട്ട് ചെയ്തെടുക്കാം. പിന്നെ സേവ് ഓർഡർ, ഈ ഓർഡർ ഇവിടെ സേവ് ചെയ്ത് വെക്കാം. പിന്നെ കൺഫേം ആൻഡ് പ്രിൻറ്റ്, ഈ ഓർഡർ നമുക്ക് കൺഫേം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ ഗോ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. പിന്നെ കൺഫേം ഓർഡർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓർഡർ കൺഫേമായി. നമുക്ക് നേരത്തെ മാതിരി തന്നെ കസ്റ്റമറിനെ ചൂസ് ചെയ്യുക, ഡെലിവറി, പിന്നെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക, പേയ്മെൻറ്റ് മെത്തേഡ്സിൽ നിന്ന് പേയ്മെൻറ്റും ചൂസ് ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മളൊരു ന്യൂ ഓർഡർ ഇൻ സൂപ്പർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക.